തിരുവനന്തപുരത്ത് അത്തരത്തിലൊരു വിളംബര ഘോഷയാത്ര നടത്തുമ്പോൾ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പരസ്യപ്രചാരണവുമായി സംബന്ധിച്ചൊക്കെ ഒരു പരാതിയുണ്ട്. സമയം കഴിഞ്ഞിട്ടും നവമാധ്യമങ്ങളിലൂടെയുള്ള പരസ്യപ്രചാരണം വ്യാപകമെന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തില്ലെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതര വീഴ്ചയെന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നുണ്ട്. ജിബിൻ ജെബി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ജിബിൻ, ഇത്തരത്തിലൊരു പരാതി അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്താലും പരസ്യപ്രചാരണമൊക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ചട്ടലംഘനം ആയി പരിഗണിക്കേണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള പരാതികളൊന്നും പരിഗണിക്കുന്നില്ല എന്നുള്ള ആരോപണമാണോ അദ്ദേഹം ഉന്നയിക്കുന്നത്? തന്നെയാണ് സ്മിത എൻ്റെ മേൽ. കാരണം കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിയോടുകൂടി പരസ്യ പ്രചരണത്തിന്റെ സമയം അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ CPM ഉം BJPയും ഈ സമയം കഴിഞ്ഞിട്ട് നവമാധ്യമങ്ങളിലൂടെ ഓൺലൈനായി പരസ്യ പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നത്. ഫോൺ വഴിയും രേഖാമൂലവും പരാതി നൽകിയിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. രേഖാമൂലം തന്നെ പരാതി കൈമാറിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് പക്ഷപാതപരമായ, അതായത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെടുത്ത് കാണിക്കുന്നു. പക്ഷേ CPM ഉം BJPയും ഈ പരസ്യപ്രചരണം അവസാനിച്ചിട്ടും പല സന്ദർഭങ്ങളിൽ ഈ നവമാധ്യമങ്ങൾ വഴി പരസ്യപ്രചരണം നടത്തിയിരുന്നു. അതിലൊന്നും തന്നെ സംസ്ഥാന കമ്മീഷൻ പരാതി ലഭിച്ചിട്ട് പോലും ഇടപെടുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കത്തും അയച്ചിരിക്കുന്നത്. സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.